കർഷക കോൺഗ്രസ് പൊന്നാനി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലങ്കോട് കൃഷിഭവനിലേക്ക് ധർണ നടത്തി. കൃഷി ഓഫീസറെ ഉടൻ നിയമിക്കുക, കോൾ കർഷകരുടെ ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക, നാളികേര കർഷകരുടെ വളത്തിന്റെ സബ്സിഡി വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. ശ്രീകുമാർ പെരുമക്ക് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഹക്കീം പെരുമക്ക് ഉദ്ഘാടനം നിർവഹിച്ചു. ആലങ്കോട് കൃഷിഭവന് കീഴിൽ ഒരു കൃഷി ഓഫീസർ ഇല്ലാത്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് നിയോജകമണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് ഒരു മാർച്ചുമായിട്ട് ഒരു ധർണയുമായിട്ട് കടന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, സാധാരണക്കാരായിട്ടുള്ള ഒട്ടനവധി കർഷകർ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന ആലങ്കോട് പഞ്ചായത്തിന് കീഴിലുള്ള മേഖല. പ്രത്യേകിച്ച് പൊന്നാനി താലൂക്കിനകത്ത് കർഷകർ ഏറ്റവും കൂടുതൽ സ്ഥിതി ചെയ്യുന്ന ഒരു മേഖല. ഇവിടെ 2.5 മാസമായിട്ട് സുരേഷ് എന്ന് പറയുന്ന ഇതിനു മുമ്പുള്ള കൃഷി ഓഫീസർ ട്രാൻസ്ഫർ ആയി പോയി, 71 ട്രാൻസ്ഫർ ആയി പോയതിനു ശേഷം പുതിയൊരു കൃഷി ഓഫീസർ വരാത്തൊരു സാഹചര്യം. കണ്ണൂരിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, വെളിയങ്കോട് പ്രദേശത്ത് ജീവിക്കുന്ന ആ വ്യക്തി ഇവിടേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്നാണ് നമ്മളൊക്കെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വിളിച്ച സമയത്തൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷെ ആ വ്യക്തി ഈ സമയം വരെയായിട്ട് ഇവിടെ ചാർജ് എടുത്തിട്ടില്ല. കഴിഞ്ഞ പഞ്ചായത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പിനകത്ത് ഇംപ്ലിമെന്റ് ഓഫീസർമാർ 2023-24 സാമ്പത്തിക വർഷത്തിൽ ചെയ്ത പ്രവർത്തികളും അതുപോലെ തന്നെ 2024-25 സാമ്പത്തിക വർഷത്തിൽ ചെയ്യേണ്ട പ്രവർത്തികളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഇംപ്ലിമെന്റ് ഓഫീസർമാരുടെ യോഗത്തിനകത്ത് ഇവിടെ കൃഷി ഓഫീസർ വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ട പകരമായിട്ട് അസിസ്റ്റന്റ് വന്ന് സാഹചര്യങ്ങൾ കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്യാതെ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ സംജാതമായിട്ടുണ്ടായിരുന്നത്. ഇനി അത് മാത്രമല്ല, ഇവിടെ നമുക്കറിയാം പുഞ്ച സീസണാണ്. സാധാരണക്കാരായിട്ടുള്ള ഒട്ടനവധി കർഷകര് ഇവിടെ കോലത്തുപാടത്തും അതുപോലെ തന്നെ മറ്റു കോൾ മേഖലകളിലും ഇവിടെ കൃഷി ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം, മിനിയാന്ന് പോലും വളരെ വലിയ രീതിയിലുള്ള മഴ പെയ്താണ്. ഇവിടെ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുക. പല മേഖലകളിലും മുണ്ടക കൃഷി ചെയ്ത മേഖലകളിലൊക്കെ ലൈറ്റ് മുണ്ടകനൊക്കെ ആയിട്ട് ചെയ്ത ആളുകളൊക്കെ ഇപ്പോൾ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുക. അവർക്കൊന്നും വൈക്കോല് പോലും കിട്ടാത്ത രീതിയിൽ, നെല്ല് പോലും കൃത്യമായ രീതിയിൽ കൊയ്തെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവരുടെ ആശങ്ക കൃത്യമായ രീതിയിൽ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഒരു കൃഷി ഓഫീസർ ഇല്ലാത്തൊരു സാഹചര്യം. നമുക്കറിയാം, കൃഷി ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർഷകരുടെ ഇടയിൽ ഇറങ്ങി വന്നുകൊണ്ട് പാടത്തും പറമ്പത്തും കൃത്യമായ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ വന്ന് കർഷകരുടെ ഇടയിൽ വന്നിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഓഫീസർ ഇല്ലാതായിട്ട് 2.5 മാസമാണ്. ആലങ്കോട് പഞ്ചായത്ത് ഭരണസമിതി യോഗങ്ങളിൽ വളരെ കൃത്യമായ രീതിയിൽ പാർലമെന്ററി പാർട്ടി ലീഡറായിട്ട് കുഞ്ഞുക്കയും ഞാനും പ്രിയപ്പെട്ട മെമ്പർമാരൊക്കെ ഇത് കുറെ കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറയുന്നത്, കൃത്യമായ രീതിയിൽ പ്രതിഷേധമുണ്ട്. ഇതൊരു സൂചനാ ധർണയാണ്, സൂചനാ സമരമാണ്. ഇവിടെ ഇനിയും കൃഷി ഓഫീസറെ നിയമിക്കാനുള്ള ഒരു സാഹചര്യം ആലങ്കോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നോ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നോ ഇല്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും. എല്ലാ തരത്തിലുള്ള ആലങ്കോട് പഞ്ചായത്തിലെ കർഷകരും വന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭ സമരത്തിന് ഇവിടെ നേതൃത്വം കൊടുക്കുമെന്ന് ഈ ഒരു സമയത്ത് അറിയിക്കുക. അബ്ദു കിഴിക്കര, കൃഷ്ണൻ നായർ, അബ്ദുസലാം, CV ഇബ്രാഹിം, ശശി പൂക്കേപ്പുറത്ത്, CV ഗഫൂർ, AP അബ്ദുള്ളക്കുട്ടി, KV ബീരാൻ, AP റഫീഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.